ശ്രീ സുരേഷ് കുമാർ, കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ രക്ഷാപ്രവർത്തനം. അതിൽ ആദ്യ ദിവസം തന്നെ SIT രൂപീകരിക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട്. കോടതി പറഞ്ഞിട്ടും CPM പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള ആക്ഷേപമുയരുന്നു. ഇതിപ്പോൾ ഉന്നത ഇടപെടലുണ്ട് എന്ന് പോലീസുകാർ തന്നെ മൊഴി നൽകുകയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ച നിങ്ങളുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാക്കുകൾ അത് തെറ്റാണ് എന്ന് മാത്രമല്ല, പോലീസുകാരിൽ സ്വാധീനം ചെലുത്തി ഉന്നത ഇടപെടലുണ്ടായി, മൊഴി മാറ്റാൻ ദൃശ്യങ്ങളില്ല, തെളിവുകളില്ല എന്ന് പറയാൻ നിർബന്ധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എങ്ങനെ പ്രതിരോധിക്കും അതിനെ? നോക്കൂ ആര്യ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ആര്യ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ടീം UDF എന്നത് ശിഥിലമായ ശിഥിലമായ ടീമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചതിൻ്റെ രത്നചുരുക്കം. ഒരു മറുപടിയും പറയാതെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഇന്ന് ആ ശിഥിലമായ ടീമിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അത് ഏകപക്ഷീയമായി നയിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസഭയിലെ കൂട്ടുത്തരവാദിത്വത്തെ മറികടന്നുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി അറിയാതെ കളക്ടർമാരെ നിയമിക്കുന്നു, വ്യവസായ വകുപ്പ് അറിയാതെ ഡയറക്ടറെ നിയമിക്കുന്നു. ഈ രൂപത്തിലേക്ക് ഒരു ഏകപക്ഷീയ പോക്ക് കേരളത്തിൽ നടക്കുകയാണ്. അതിൻ്റെ കോൺസിക്വൻസസ് അധികം ദിവസം കഴിയാതെ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ UDF അതിൻ്റെ ടീം എന്നുള്ള നിലയിലും അതിൻ്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും ഒരുപാട് അകന്നുപോയി. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ, മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പൂക്കി ചിരിയെയും അതിനെ കുറിച്ചുള്ള വിശേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരമേറ്റ് 48 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് എറണാകുളത്ത് കുന്നത്തുനാട് മണ്ഡലത്തിൽ പര്യത്തുകാവ് ഉന്നതിയിലെ പാവപ്പെട്ട അമ്മമാർ, വയോധികരായിട്ടുള്ള വൃദ്ധജനങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ പോലീസിൻ്റെ ലാത്തിക്കും ഷൂസിനും ഇടയിൽ കിടന്ന് ഞെരിവിരി കൊള്ളുകയായിരുന്നു, ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാകുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറച്ചു പിടിക്കരുത്. അത് ഇവർ ഇന്നലെ വരെ പുലർത്തിപ്പോന്ന എല്ലാ തരത്തിലുമുള്ള ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നത് നാം വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗവർണറുടെ ഇടപെടുന്നത് തെറ്റാണെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇടപെടാതിരുന്നത്. ശ്രീ സുരേഷ് കുമാർ, ചോദ്യം രക്ഷാപ്രവർത്തനത്തിൽ ഒരു സർക്കാർ എന്ത് ചെയ്തു, മറ്റൊരു സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു. അതിലേക്ക് താങ്കൾ വരുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ വരാം. ഞാൻ അതിനു മുൻപ് 1-2 കാര്യങ്ങൾ പറയണമെന്ന് കരുതിയാണ്. ശരി, ഇനി സമയമുണ്ടല്ലോ, പറയാം. ഇവിടെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്നെ ഒരു കാര്യം പറയാൻ അനുവദിക്കണം. കേരളത്തിൻ്റെ കഴിഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് പി രാജീവിനെ ഒരു സമരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു നാമമാത്രമായിട്ടുള്ള ഉടുതുണിയുമായി പോലീസ് മർദ്ദിച്ചവശനാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആര്യ എന്നത് കാണാതിരിക്കാനുള്ള സാധ്യതയില്ല, തീർച്ചയായും കണ്ടിരിക്കും. ഈ എൻ്റെ സഹ പാനലിസ്റ്റുകളും കണ്ടിരിക്കും. എത്രയെത്ര ആക്രമണങ്ങളാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ, എത്രയെത്ര ആക്രമണങ്ങളാണ്. പോലീസിൻ്റെ വെടിവയ്പ്പിൽ 6 ജീവനുകൾ പൊലിഞ്ഞുപോയ ഒരു തെരുവോരമാണ് കൂത്തുപറമ്പിൻ്റെ തെരുവോരം. ഞാൻ പറയുന്നത് ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥ വസ്തുതകളിൽ നിന്നും മറച്ചു പിടിക്കുന്നതിന് വേണ്ടി തുടക്കത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളെ, വിവാദ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആ സർക്കാരിന് അതിനുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായും ആ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ നിങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നിർഭയം വിമർശനങ്ങൾ ഉയർത്തണമെന്ന് പാർട്ടി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറയുന്നുണ്ട്. അവിടെ ഒരു മുഖം മാത്രം കാണിച്ചു, തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലെ ശരീരഭാഷ മുതൽ PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വരെ വിമർശന വിധേയമാകുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുണ്ടായി എന്ന് ഇനിയെങ്കിലും ആ രക്ഷാപ്രവർത്തനത്തെ പോലീസുകാർ 2 യുവാക്കളെ തല്ലിച്ചതച്ചത് രക്ഷാപ്രവർത്തനമെന്ന് വ്യാഖ്യാനിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ തെറ്റാണ് എന്ന് ഇനിയെങ്കിലും CPM വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആര്യ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, കേരളത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കോ യുവജനങ്ങൾക്കോ മർദ്ദനമേറ്റ് തല പൊട്ടുന്നതും കൈകാൽ പൊട്ടുന്നതും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നതും ഇതൊരു ആദ്യ സംഭവമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിർഭാഗ്യവശാൽ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വളരെ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല, എത്രയോ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ
ചരിത്രവും പശ്ചാത്തലവും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട്, യുവജനങ്ങൾക്കുണ്ട്. അതെല്ലാം നമ്മൾ ഈ അവസരത്തിൽ അത് പറയുമ്പോൾ അത് പറയേണ്ട, നിങ്ങൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചരിത്രം മറക്കുകയല്ല. താങ്കൾ പറഞ്ഞ കൂത്തുപറമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, പി രാജീവനെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കതെല്ലാം അറിയാം. ഞാൻ ചോദിക്കുന്നത് അതെല്ലാം കഴിഞ്ഞൊരു മുഖ്യമന്ത്രി ആവർത്തിച്ച് ഇത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളില്ല എന്ന് പോലീസ് പോയി റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. കോടതി പറഞ്ഞു ഇതിൽ പുനരന്വേഷണം വേണമെന്ന്. എന്നിട്ടും 1.5 വർഷക്കാലം ഒന്നും ചെയ്തില്ല. അവസാനം പി ചിത്തരഞ്ജന് വീട്ടിലിരിക്കേണ്ടി വന്നു. ആ തല്ല് കിട്ടിയവൻ ഇന്ന് കേരള നിയമസഭയിലാണുള്ളത്. അങ്ങനെ തല്ല് കിട്ടിയ ആള് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് 2 കാലം തല്ലി ഒടിക്കപ്പെട്ട ആളാണ് കേരളത്തിൽ തുടർച്ചയായി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നത്. അങ്ങനെയുള്ള ചരിത്രവും പശ്ചാത്തലവും ഒന്നും പറയരുത്. എത്രയോ കാലം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏത് മന്ത്രിയെയും ഏത് MLA എടുത്ത് പരിശോധിച്ചാൽ തെരുവോരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ത്യാഗോജലമായ സമരങ്ങളും പോരാട്ടങ്ങളും നയിച്ചതിൻ്റെ ഭാഗമായി ക്രൂരമായ മർദ്ദനത്തിനും കൊടിയ ജയിൽവാസവുമൊക്കെ അനുഭവിച്ച ആളുകൾ തന്നെയാണ് MLA-മാരുടെ ഇടതുപക്ഷത്തിന്റെ നിര പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മന്ത്രിമാരായവർ അതൊന്നും ഒരു പുതിയ കാര്യമായി ഒരാൾ അവിടെ ഒരു അടിയേറ്റു, അയാൾ നിയമസഭയിലേക്ക് കടന്നു വന്നു എന്ന് അതിൽ ഇടതുപക്ഷം ആ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് അത് തെറ്റായി പോയി എന്ന് സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പല കാര്യങ്ങളിൽ ഇപ്പൊ PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം മുതൽ MV ഗോവിന്ദൻ ആര് ചോദിച്ചതിന് വളരെ കൃത്യമായി ആര് ചോദിച്ചതിന് ഞാൻ വളരെ കൃത്യമായി തന്നെ മറുപടി പറയാം. നിങ്ങൾ നോക്കൂ, അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിച്ചത് കാറിലായിരുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിച്ചത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചത് ആ ബസ്സിലാണ്. സ്വാഭാവികമായും അതിലേക്ക് പ്രതിഷേധവുമായി ചീറിയെടുത്ത് വന്ന പ്രവർത്തകർക്ക് നേരെ അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജ് ഉണ്ടായി. ഇപ്പോൾ ആരെയൊക്കെ ചോദിക്കുന്നത് പോലെ ഇത്രമാത്രം തല്ലേണ്ടതുണ്ടോ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അപ്പോഴുണ്ടായ പോലീസിന്റെ പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പോലീസ് അവരെ പ്രതിഷേധക്കാരെ തടയണം, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ഇവിടെ പോലീസുകാർ കടന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്, അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് അവിടെ ഇറങ്ങി തല്ലിയത് ഇവരെ. പോലീസിന്റെ അവിടെ ജില്ലയിലുള്ള പോലീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ 2 യുവാക്കൾ. ആര്യക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ പോലീസിന്റെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഉപയോഗിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നില്ല, പോലീസുകാരെ ആയിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ സുരക്ഷ തന്നെയാണ് അവരുടെ പ്രാഥമികമായ ചുമതല. പിന്നെ തല്ലിന്റെ തീവ്രതയെ സംബന്ധിച്ചാണ് ഇതൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആര്യക്കറിയാമോ, കേരളത്തിൽ ഇപ്പോഴും വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിന്റെ പരുക്കും പരിവട്ടവുമായി ജീവിക്കുന്ന എത്രയെങ്കിലും വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട്. അവരൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയ രംഗത്ത് പോലും ഉള്ളവരാകണമെന്നില്ല. ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒരു സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ അവർ വലിയ പരാജയത്തിലേക്ക് ആവർത്തിച്ച് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രി അത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നു, മറ്റൊരു സർക്കാർ മറ്റൊരു ഭരണാധികാരി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ശിക്ഷാപ്രവർത്തനം ഉണ്ടാവുകയാണ്. അപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നീതിന്യായ വ്യവസ്ഥ സർക്കാരുകൾ മാറുമ്പോൾ മറിയുമോ? വാദിയും പ്രതിയും മാറുമോ? അങ്ങനെ ഒരു ചോദ്യം കേരളത്തിലെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ ചോദിക്കില്ല ഇന്ന്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ സർക്കാരുകൾ മാറി വന്നാലും ആ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകാത്ത മാതൃകാപരമായ ഒരു സ്റ്റേറ്റ് എന്നാണ് നാളിതുവരെ കരുതിയിരുന്നത്. നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ കരുണാനിധിയും ജയലളിതയും തമ്മിലുള്ള റൈവൽറിയൊക്കെ നമുക്കറിയാം. തൊട്ടപ്പുറത്തുള്ള സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഒരു രീതിക്ക് അതിന് വലിയ മാറ്റം വരുത്തിക്കൊണ്ട് അതിന് അപവാദമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ചില പ്രവർത്തനങ്ങൾക്ക് തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതായത് 2 പോലീസുകാർ അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഡ്യൂട്ടി നിർവഹിക്കപ്പെട്ടു. അവർ മർദ്ദിച്ചതിനെ അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയുള്ള നിലയിൽ അത് ഇന്ന് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. 6 ആളുകൾക്ക് ഇവിടെ തെരുവിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അത് വ്യക്തമാക്കണം ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന എല്ലാ തെരുവോര മർദ്ദനങ്ങളെയും തള്ളി പറയാൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തയ്യാറാവുമോ? ശരി, എത്രമാത്രം തെരുവോര മർദ്ദനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇരകളായിട്ടുള്ളത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ്. ആ മർദ്ദനങ്ങൾ വന്ധ്യവയോധികനായിട്ടുള്ള പാലക്കാട്ട് നിന്നുള്ള ശിവദാസ മേനോൻ അടക്കമുള്ള ആളുകളെ
തലതല്ലി പൊട്ടിച്ച കാഴ്ചയൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം മറന്നിട്ടില്ല. എത്രയെത്ര മർദ്ദനങ്ങൾ, എത്രയെത്ര മർദ്ദനമുറകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം മാപ്പ് പറയാൻ തയ്യാറാകുമോ? അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന രാജന്റെ കഥ അറിയാമോ? എത്രയെത്ര ആളുകൾ ഈ തെരുവോരത്ത് മരണപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ കൊടിയ മർദ്ദനത്തിനിരയായി. അതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രം ആവർത്തിച്ച് പറയുന്നത്, കേരളത്തിൽ പുതുതായി അധികാരം ഏറ്റെടുത്ത സർക്കാരിന്റെ തുടക്കത്തിലേയുള്ള ഭരണ പരാജയത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാര്യം മനസ്സിലായിക്കൊള്ളുക. ശരി.